വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയുടെ പ്രകടനമൊക്കെ കണ്ടിട്ട് വിഷ്ണു ആ പെൺഡ്രൈവുമായിട്ട് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിതയെ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് ശാലിനിയും വിഷ്ണുവിൻ്റെ പിറകെ പോവുകയാണ്. അന്നേരം രാഘവൻ നായർ സുസ്മിതയോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കണ്ണിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന പെൺഡ്രൈവിലുള്ളത്, ഒരിക്കലും ആരും കാണരുത് എന്ന് ആരോ ആഗ്രഹിച്ചതാണുള്ളത്, എന്തായാലും അത് കണ്ടു കിട്ടുക തന്നെ ചെയ്തു എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത അങ്ങ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു റൂമിലേക്ക് എത്തുമ്പോൾ ശാലിനിയും എത്തുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷ്ണുവേട്ടനോട് പറയാനുണ്ട്. പഞ്ചകൈലാസത്തിന് നമ്മൾ കൊണ്ടുപോയത് സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രമല്ല, അതിപ്പോഴും ഭദ്രമായിട്ട് പൂജാമുറി തന്നെയുണ്ട്. ഞാനത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്, അമ്മ അത് പഞ്ചകൈലാസത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ശാലിനി കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ അത് നമ്മുടെ പൂജാമുറിയിൽ നിന്നും അത് എടുത്തു മാറ്റിയത് ആരാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് ഒരാളെ സംശയമുള്ളൂ, അത് അവൾ തന്നെയെന്ന് ശാലിനി ഇങ്ങനെ പറയുകയാണ്. അന്നേരം അത് ഉറപ്പിച്ച് വിഷ്ണു പറയുകയാണ്, അത് അവൾ തന്നെ ആയിരിക്കും. വന്ന് കയറിയപ്പോൾ മുതൽ അവളുടെ പ്രകടനമൊക്കെ കാണുമ്പോൾ എനിക്ക് സംശയമാണ്. എന്തായാലും ഇതിനുള്ളിൽ അതിൻ്റെ തെളിവൊക്കെ ഉണ്ടല്ലോ എന്ന് ശാലിനി പറയണം. ഇത് ഇപ്പോൾ തന്നെ അമ്മയോട് പറയണമെന്ന് വിഷ്ണു പറഞ്ഞ് അങ്ങ് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ, വേണ്ട, പ്രീതിയുടെ കാര്യം സത്യാമ്മയ്ക്ക് ഇപ്പോൾ അറിയില്ല, അതുകൊണ്ട് അക്കാര്യം പറയാനേ പറ്റില്ല. പിന്നെ സുസ്മിത എന്ന് പറയുന്നത് അമ്മയുടെ കണ്ണിൽ ഇപ്പോഴും മധുവിധം മാറുന്നതിന് മുന്നേ ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖിതയായ ഭാര്യയാണ്. ആ ചിത്രമാണ് സത്യാമ്മയുടെ മനസ്സിൽ ഇപ്പോഴും സുസ്മിതയ്ക്ക്. പിന്നെ പൂജാമുറിയിലെ യന്ത്രം മാറ്റിയതിന് നമുക്ക് തെളിവൊന്നുമില്ലല്ലോ എന്ന്. തുടർന്ന് പെൻഡ്രൈവ് ശാലിനി വാങ്ങിച്ചിട്ട് പറയുകയാണ്, ഈ CCTV ദൃശ്യങ്ങളല്ലേ ഇതിനുള്ളിലുള്ളത്, എന്തായാലും അവളെ കൂട്ടാനുള്ള തെളിവ് ഇതിനകത്ത് എന്തായാലും കാണും എന്ന് പറഞ്ഞ് ആ പെൻഡ്രൈവും പിടിച്ച് ശാലിനി ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുകയാണ്. ഇതേസമയം ഹാളിൽ സുസ്മിത ആകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. രാഘവൻ നായരും സർലയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. തുടർന്നങ്ങ് സുസ്മിത ചിന്തിക്കുകയാണ്, ആ CCTV ഫൂട്ടേജിൽ രോഹിത്തിനെ ഞാൻ കൊക്കയിലേക്ക് തള്ളിയിടുന്നതും പിന്നീട് കൊക്കയുടെ വിളുമ്പിൽ പിടിച്ച് രോഹിത് നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ ചവിട്ടി താഴേക്കിടുന്നതും ഒക്കെ കാണും. ഇപ്പോൾ വിഷ്ണുവേട്ടനും ശാലിനിയും ഒക്കെ അത് കണ്ടു കാണുമെന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിലാണ് സുസ്മിത അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ സുസ്മിതയെ അടിമുടി ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ ടെൻഷനും വിയർപ്പും വെപ്രാളവും ഒക്കെ കണ്ടിട്ട്, എന്താ മോളെ, വെള്ളം വല്ലതും വേണമെന്ന് സർല തിരക്കുകയാണ്. അന്നേരം വേണമെന്ന് പറയുമ്പോൾ സർല വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്. അന്നേരം ജഗ്ഗോട് കൂടി ഇങ്ങനെ എടുത്തോന്ന് സുസ്മിത പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ അങ്ങ് ദേഷ്യത്തോട് പറയുകയാണ്, ഇന്ന് സുസ്മിത എന്തായാലും കുറച്ചധികം വെള്ളം കുടിക്കേണ്ടി വരുമെന്ന്. ഇതേസമയം ശാലിനി തൻ്റെ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത CCTV ദൃശ്യം വിഷ്ണു ശാലിനിയും കൂടി ഇരുന്ന് നോക്കുകയാണ്. തുടർന്ന് സത്യഭാമ ആകെ ടെൻഷനിലാണ്. അവരെന്താ ഇത്രയും നേരമായിട്ടും ചെക്ക് ചെയ്ത് തീർന്നില്ലേ എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ, അത്രയും നേരം എൻ്റെ ആയുസ് നീട്ടി കിട്ടിയെന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് സരള വെള്ളം കൊണ്ട് വരുമ്പോൾ ആ ജഗ്ഗോടുകൂടി വാങ്ങിച്ചങ്ങ് വെപ്രാളത്തോടു കൂടി സുസ്മിത കുടിക്കുകയാണ്. ഇതേസമയം അവർ വിഷ്ണുവും ശാലിനിയും ഒക്കെ CCTV അത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, ആദ്യം രണ്ടുപേര് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുമ്പോൾ പോലീസുകാർ പറഞ്ഞ് തിരികെ അയക്കുന്നതൊക്കെ കാണുന്നുണ്ട്. തുടർന്ന് സുസ്മിത അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. തുടർന്ന് ആ ലാപ്ടോപ്പിൽ ബാക്കി സീനുകളൊക്കെ വിഷ്ണു ശാലിനിയും കാണുകയാണ്. രോഹിത്തിനെയും കൂട്ടി സുസ്മിത വരുന്നതും ആദ്യം താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും പിന്നീട് പാറപ്പുറത്തേക്ക് രോഹിത്ത് കയറുന്നതും കൂടെ സുസ്മിതയും കയറുന്നതും അതുവരെ പക്ഷെ അതിൽ കാണിക്കുന്നുള്ളൂ. അന്നേരം എസ് എന്ന് കൈയടിക്കുകയാണ് വിഷ്ണു. ഇനി താഴെ തള്ളിയിട്ടത് വിഷ്ണു ശാലിനിയും കണ്ടോന്നോ അത് പക്ഷെ അതിൽ കാണിക്കുന്നില്ല. അന്നേരം ഇതേ സമയം സുസ്മിത ആകെ ടെൻഷനിൽ ഇങ്ങനെ വിയർത്ത് ഇരിക്കുമ്പോൾ, എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ സർല തിരക്കുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഈ തള്ളക്കിത് എന്തിൻ്റെ കേടാണ്, കുറച്ചു നേരമെങ്കിലും ഒത്തിരി മിണ്ടാതിരുന്നൂടെ, മനുഷ്യനിവിടെ തീക്കുണ്ടത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് അവരുടെ ഒരു കെയറിങ് എന്ന് പറഞ്ഞ് സരള എങ്ങ് മനസ്സിലങ്ങ് വഴക്ക് പറയുകയാണ് സുസ്മിത. തുടർന്നുള്ള സീനി കാണിക്കുന്ന വിഷ്ണു ശാലിനിയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നതാണ്. പക്ഷേ ലാപ്ടോപ്പിൽ സുസ്മിത രോഹിത്തിനെ തള്ളിയിടുന്നത് അവർ കണ്ടതായിട്ട് കാണിക്കുന്നില്ല. ഇനി അവർ താഴേക്ക് വന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കാം. തുടർന്ന് താഴേക്ക് വരുന്ന വിഷ്ണു ഇങ്ങനെ സുസ്മിതയെ രൂക്ഷമായിട്ട് നോട്ടം നോക്കുകയാണ്. അന്നേരം ഫാമാൻ്റെ ഡ്രോയറിൽ നിന്ന് പിസ്റ്റൺ എടുക്കുമോ അതോ ഞാൻ ഇനി പോയി എടുത്ത് എൻ്റെ നെറുകയിലേക്ക് ഒഴിക്കണോ എന്നൊക്കെ സുസ്മിത ചിന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം മോനെ കിട്ടിയോ എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ, കിട്ടിയച്ചാന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം കൊല അല്ലെങ്കിൽ കയറ് ഏതെങ്കിലും ഒന്ന് ഉറപ്പായി എന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് എന്താന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, രോഹിത്ത് കൊക്കയിലേക്ക് വീഴുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളെല്ലാം കൃത്യമായിട്ട്
വ്യക്തമായിട്ട് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ കൊക്കയിലേക്ക് വീണു എന്നുള്ളത് മാത്രം ഇല്ല, ആ ദൃശ്യം മാത്രം ഇല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് സുസ്മിത അങ്ങ് അന്തം വിടണേ, അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ സുസ്മിത ചിന്തിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും കൂടി മുമ്പേ ആ ലാപ്ടോപ്പിൽ നോക്കി നിന്ന ആ സീൻ ബാക്കി കാണിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ എസ് എന്ന് അടിച്ച് നിർത്തിയ ആ ബാക്കി കാണിക്കുമ്പോൾ രോഹിത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ സുസ്മിത ചാരി ഇങ്ങനെ തോളിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ്. ബാക്കി സീൻ കാണിക്കുന്ന മുമ്പേ മഞ്ഞ് കൊണ്ട് അവിടെ മൊത്തം അങ്ങ് മൂടുകയാണ് മഞ്ഞ്. അപ്പോഴത്തേക്ക് അവർ കുറച്ച് ഫോർവേഡ് അങ്ങോട്ട് അടിച്ചിട്ടും ആ സീൻ കാണാനായിട്ട് സാധിക്കുന്നില്ല. മഞ്ഞ് മൂടിയത് കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആ CCTVയിൽ ദൃശ്യമായിട്ടില്ല. അന്നേരം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിഷ്ണു ശാലിനിയും അറിഞ്ഞതുമില്ല. അന്നേരം അങ്ങ് ആശ്വസിക്കുകയാണ് സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് താൻ പിടിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ളത്. അവിടെയും സുസ്മിതയ്ക്ക് ഫേവറായിട്ട് തന്നെയാണ് കഥ പോകുന്നത്. അന്നേരം എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി ആ വീൽ ചെയറിൽ അങ്ങ് ആഞ്ഞിടിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് സുസ്മിത സത്യഭാമയോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല ആൻറ്റി, അതൊന്ന് നോക്കി സമയം കളയണ്ടെന്ന്, എത്രയും പെട്ടെന്ന് രോഹിത്തിനെ കണ്ടെത്താൻ നോക്കെന്ന്. അന്നേരം അതൊക്കെ കേട്ടിട്ട് വാ സർലേന്നും പറഞ്ഞ് സർലയെ വിളിച്ചുകൊണ്ട് ഭാമയങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശാലിനിയെ നോക്കി മനസ്സിൽ കരുതുകയാണ് നീയൊന്നും കൂട്ടിയാൽ കൂടില്ല ഈ സുസ്മിതയെ കൊടുക്കാനായിട്ട്. ഇതല്ല, ഇതിനപ്പുറവും ഈ സുസ്മിത ചെയ്യും. ഇപ്പോഴും വിജയം എനിക്ക് തന്നെയാണ്. അടുത്ത കൊലക്കയറ് കൂട്ടി വെച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി തന്നെയാണ്. അവളും അവളുടെ ഒരു വിഷ്ണുവേട്ടനും എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി ദേഷ്യത്തോടു കൂടി സുസ്മിതയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് നീ കരുതണ്ട എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുകയാണ് തിരിച്ച്. അന്നേരം വിഷ്ണു പറയുകയാണ്, പഞ്ചകൈലാസത്തിലെ പ്രധാനപ്പെട്ട മെയിൻ CCTV ക്യാമറയിലെ ഫൂട്ടേജാണ് ഇത്. അതിന് ബാക്കിയുള്ള ക്യാമറകളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേ പിന്നെയും പെട്ടോ എന്നിങ്ങനെ സുസ്മിത ചിന്തിച്ചു വയ്ക്കുകയാണ്. അന്നേരം മഞ്ഞും മഴയുമൊന്നും എപ്പോഴും നിന്റെ രക്ഷയ്ക്ക് എത്തില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം സുസ്മിത പെട്ടെന്ന് അങ്ങ് വിഷയം മാറ്റുകയാണ്. എന്നിട്ട് രാഘവൻ നായരോടായിട്ട് പറയുകയാണ്, അങ്കിളെ ഇവിടെ നിന്ന് ഇങ്ങനെ വീരവാദം പറയാതെ പറ്റുമെങ്കിൽ പഞ്ചകൈലാസത്തിലെ കാട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് രോഹിത്തിനെ കണ്ടെത്താൻ അങ്കിളെ എന്നൊക്കെ രാഘവൻ നായരോട് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് ദേഷ്യത്തോടെ സുസ്മിത അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, പൂട്ടണം മക്കളെ, ഇത്രയും ദ്രോഹം ചെയ്തവളെ സർവ്വ തെളിവുകളോടും കൂടി ജയിലിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഈ അച്ഛൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ടി വരും എന്ന് വിഷ്ണുവിനോട് ശാലിനിയോടുമായിട്ട് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം അവസാന നിമിഷം അവൾ കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന് ശാലിനിയും പറയുകയാണ്. തുടർന്ന് പ്രീതിയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് ശാരദാമ്മ വരികയാണ്. ആ സാരിത്തുമ്പിൽ ആ യന്ത്രവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ യന്ത്രവുമായിട്ട് പഞ്ചകൈലാസത്തിലേക്ക് പോവുകയാണ്, ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് എന്നൊക്കെ. അന്നേരം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് സുസ്മിത ആ മറു സൈഡിൽ കൂടി വരികയാണ്. സുസ്മിത അവരുടെ സംസാരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് ശാരദാമ്മയോട് ശാലിനി പറയുകയാണ്, സത്യാമ്മയോട് പറയാതെ എങ്ങനെയാണ് പോകുന്നത്, ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ഭാമാൻറ്റി കണ്ടില്ലെങ്കിൽ എന്ത്, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് സുസ്മിത ചിന്തിക്കുകയാണ്. എന്നിട്ട് സുസ്മിത അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സത്യാമ്മയോട് പറയാമെന്ന് ശാരദാമ്മ ശാലിനിയോട് സമ്മതിക്കുകയാണ്. ഇതേസമയം സർലയെ കൊണ്ട് പ്രീതിയെ വീഡിയോ കോൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എന്തിനാ ഭാമ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്, അവർ പൂജയൊക്കെ കഴിഞ്ഞ് മനസ്സമാധാനമായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന്. അന്നേരം അവളെ ഒന്ന് കാണാനായിട്ട് എനിക്ക് കൊതി തോന്നുന്നു എന്ന് സങ്കടത്തോടെ ഭാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായർക്കും തെല്ലൊന്ന് വിഷമം തോന്നുന്നുണ്ട്. എന്നാലും അത് മനസ്സിലടക്കി പിടിച്ച് രാഘവൻ നായർ പറയുകയാണ്, അവളെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അപ്പോൾ കാണാമല്ലോ എന്ന്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമ്മയും ശാലിനിയും കൂടി വരുന്നത്. ഇതേസമയം സുസ്മിതയും അവിടേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഞാനെന്നാ പൊയ്ക്കോട്ടെ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോഴോ, പ്രീതിയും കൂടി വന്നിട്ട് പോയാൽ പോരെ എന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം അതിന് മറുപടിയായിട്ട് സുസ്മിത പറയുകയാണ്, ഭാമാൻറ്റിക്ക് പ്രീതിയെ കാണാനുള്ള ആഗ്രഹം പോലെ ശാരദാമ്മയ്ക്കും മക്കളെ കാണണമെന്ന് ചിലപ്പോൾ ആഗ്രഹം തോന്നിക്കാണുമെന്ന്. തുടർന്ന് സുസ്മിത മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സിദ്ധൻ ജപിച്ചെന്ന യന്ത്രവുമായിട്ട് പഞ്ചകൈലാസത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണല്ലേ, ഞാൻ ശരിയാക്കി തരാമെന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് സർലയോടും യാത്ര ചോദിക്കുകയാണ്. അന്നേരം ഞാനും കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും, രാജേട്ടൻ്റെ അടുത്ത് ആരുമില്ല എന്ന് സർല പറയുന്നുണ്ട്. തുടർന്ന് പ്രീതി വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണം, കുറച്ച് അമ്പലത്തിലൊക്കെ പോകാനുണ്ടെന്ന് സത്യഭാമ പറയുകയാണ്. അത് ശാരദാമ്മ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരോടും ഇങ്ങനെ യാത്ര ചോദിക്കുമ്പോൾ രാഘവൻ നായർ തല ഉലുക്കി സമ്മതിക്കുകയാണ്. തുടർന്ന് വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവിനോട്
മോനെ ഞാനെന്നാ അങ്ങോട്ടെന്ന് പറയുമ്പോൾ ശരി പോയിട്ട് വാന്ന് വിഷ്ണു പറയുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ സുസ്മിത പെട്ടെന്ന് വിളിക്കുകയാണ്, ശാരദാമ്മ ഒന്ന് നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം തെല്ലൊന്ന് എന്തോ ഒരു അന്തം വിട്ട് ഇനി എന്താണ് സുസ്മിത പറയാൻ പോകുന്നത് എന്നൊന്ന് പരിഭ്രമിച്ച് തിരിഞ്ഞു നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും കൂടി. അത്രയും ആകുമ്പോൾ ഈ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി സുസ്മിത യന്ത്രം ഇനി എല്ലാവരുടെയും മുന്നിൽ കാട്ടി കൊടുക്കുമോ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്